മദ്രസ പഠനം കഴിഞ്ഞ് മടങ്ങിയ വിദ്യാർത്ഥിക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം. നടയറ നൂറുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും രാവിലെ പഠനം കഴിഞ്ഞ് മടങ്ങിയ 12 വയസ്സുകാരനായ കുട്ടിക്ക് തെരുവ് നായ്ക്കളുടെ കൂട്ടം ചേർന്നുള്ള ആക്രമണം. നടയറ ചരുവിള വീട്ടിൽ നജീബ് സജിന ദമ്പതികളുടെ മകൻ ആസിഫ് ആണ് രാവിലെ 7:30 മണിയോടെ മദ്രസയിൽ നിന്ന് മടങ്ങി നടയറ തൈക്കാവിന് പിന്നിലെ വഴിയിലൂടെ പോകുമ്പോൾ 10ഓളം വരുന്ന തെരുവ് നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചത്. ശരീരമാസകലം മുറിവേറ്റ കുട്ടി കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവ സമയം അതുവഴി കടന്നുവന്ന ബൈക്ക് യാത്രികനായ തെക്കതിൽ ഇർഷാദിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം മാത്രമാണ് കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. നടയറയിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായ അവസ്ഥയിലാണ്. വിദ്യാലയങ്ങളിലും മദ്രസകളിലും പഠനത്തിനായി എത്തുന്ന കുട്ടികളുടെ ജീവൻ തെരുവ് നായ്ക്കളുടെ ആക്രമണ ഭീഷണിയിലാണ്. മറ്റ് പ്രദേശങ്ങളിൽ നിന്നും തോടുകളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും പുറന്തള്ളുന്ന അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്നതിനായി തെരുവ് നായ്ക്കൾ പരിസരങ്ങളിലെ വിദ്യാലയങ്ങളിലും തകർന്ന കെട്ടിടങ്ങളിലും ഇപ്പോൾ സ്ഥിരതാമസമാണ്. തൊടുവെ ശിവഗിരി റോഡിൽ നിത്യേന നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ നടയറയിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവ് നായ്ക്കളുടെ എണ്ണം രൂക്ഷമാകുന്നതിന് ഒരു പ്രധാന കാരണമാണ്. പകൽ സമയങ്ങളിൽ മുതിർന്നവർക്ക് പോലും കാൽനടയായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തെരുവ് നായ്ക്കളുടെ ശല്യമില്ലാതാക്കി കുട്ടികളുടെ സ്വതന്ത്രമായ പഠനത്തിനും മുതിർന്നവരുടെ സഞ്ചാരത്തിനും അനുയോജ്യമായ നടപടി പരിസരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട അധികാരികളും സമയോചിതമായി സ്വീകരിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് തദ്ദേശരായ നാട്ടുകാരുടെ തീരുമാനമെന്ന് നടയറ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് TS സിനിമോൻ അഭിപ്രായപ്പെട്ടു. വിസ്മയ ന്യൂസ്, വർക്കല.